പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയും വീട്ടുകാരും ചേർന്ന് കൂട്ടത്തിന് എല്ലാ ചടങ്ങോടും കൂടി തന്നെ വിക്രമിനെ മലയിലേക്ക് അയക്കാൻ നോക്കുന്നുണ്ട്. പോകുന്നതിന് മുൻപായി വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ വേദയെ നോക്കി വിക്രം പടിയിറങ്ങുമ്പോൾ, നീ ഇല്ലാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അകത്തേക്ക് പോയി ഭയങ്കര കരച്ചിലായിരിക്കും. യാത്രയിലുടനീളം വിക്രം ആലോചിക്കുന്നത് വേദയെക്കുറിച്ച് തന്നെയാണ്. തന്നെ എന്തിനാണ് അവൾ ഇത്രമാത്രം അവഗണിക്കുന്നത് എന്നറിയാതെ അവൻ ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. ഈ സമയം മുറിയിൽ കയറി വാതിലടച്ച് കരയുന്ന വേദയുടെ ഫോണിലേക്ക് ശ്രീകാന്തിന്റെ കോള് വന്നു. അവൻ മലക്ക് പോയല്ലോ, ഇനി നീ പറഞ്ഞ വാക്ക് നീ പാലിക്കണം. നാളെ രാവിലെ തന്നെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നീ അവിടെ നിന്നും പോരണമെന്ന് ശ്രീകാന്ത് ആക്രോശിക്കുമ്പോൾ, ഈ രാത്രിയിൽ തന്നെ ഞാൻ വരണോ എന്നും നിങ്ങൾ എന്നോട് കാണിക്കുന്നത് വലിയ ചതിയാണെന്നും വേദ തിരിച്ചടിച്ചു. എന്നാൽ നീ ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞുകൊടുത്തിന് ശ്രീകാന്ത് അവനെ പുച്ഛിച്ചു തള്ളുകയാണ്. നീ വന്നില്ല എങ്കിൽ വിക്രമില്ലാത്ത ആ വീട്ടിൽ വേറെ ആരെങ്കിലും ഒരാളെ ഞാൻ തട്ടിക്കൊണ്ടു പോകുമെന്നും ആ ഡിവോഴ്സ് നോട്ടീസ് എല്ലാം തന്നെ എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ശ്രീകാന്ത് അവളെ ഭീഷണിപ്പെടുത്തി. അവൻ ഇനി തിരിച്ചു വരുമ്പോഴേക്കും നല്ലൊരു വാർത്ത കേൾക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഒരു ഗൂഢമായി ചിരിച്ചുകൊണ്ട് ശ്രീകാന്ത് ഫോണങ്ങ് കട്ട് ചെയ്യാണ്. വേദക്ക് വല്ലാത്ത സങ്കടമായിരിക്കും. പിന്നീട് ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി ബാറിലിരുന്ന് കുടിച്ചങ്ങ് ആറാടാണ്. ഫിറ്റായി വീട്ടിലേക്ക് എത്തുന്ന ചന്ദ്രശേഖരനോട് എന്താ ഇത്ര സന്തോഷമെന്ന് മകൻ ദർശൻ ചോദിക്കുമ്പോൾ, ഞാനും ശ്രീകാന്തും തമ്മിൽ ചില രഹസ്യങ്ങളുണ്ട് എന്നും അതൊന്നും നീ അറിയണ്ട എന്നും പറയാണ്. എന്നാൽ ദർശൻ ചന്ദ്രശേഖരനെ സോഫയിലിരുത്തി. വേദയും വിക്രമും ഉടനെ തന്നെ പിരിയാൻ പോകുമെന്നും വേദ ഉടനെ ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നും അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഇത് കേട്ട ദർശൻ സത്യം ചോദിച്ചെങ്കിലും അപ്പോഴേക്കും അയാൾ ഉറങ്ങിപ്പോയിരുന്നു. എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് ദർശന് തോന്നി. മറുഭാഗത്ത് കരഞ്ഞു തളർന്നിരിക്കുന്ന വേദയെ ദർശൻ വിളിച്ചു. ഈ രാത്രി വിളിച്ചതിൽ വിഷമമുണ്ടെന്നും അച്ഛൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും ദർശൻ പറയുമ്പോൾ വേദ വിറക്കുന്നുണ്ടായിരുന്നു. നീ തിരിച്ചു വരുന്നുണ്ടെന്നും ബന്ധം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നും അച്ഛൻ പറഞ്ഞു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കാണ് ദർശൻ. ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി ചേർന്നിട്ടാണ് തന്നെ ചതിക്കുന്നതെന്ന് വേദ ബോധ്യപ്പെടുത്തി. അതേ ദർശൻ, എനിക്കിനി തിരിച്ച് വീട്ടിലേക്ക് വരാതെ വയ്യ. വിക്രത്തിനും കുടുംബത്തിനും വേണ്ടിയിട്ട് എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് വേദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദർശൻ തടയാൻ നോക്കുന്നുണ്ട് എങ്കിലും ഒന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞ് വേദ പെട്ടെന്ന് തന്നെ ഫോണ് കട്ട് ചെയ്തു. ഈ സമയം ചന്ദ്രശേഖരന്റെ ഫോണിലേക്ക് വന്ന ശ്രീകാന്തിന്റെ കോളിലൂടെ തന്നെ ചതിയുടെ എല്ലാം പിന്നിൽ ഇവർ രണ്ടുപേരുമാണെന്ന് ദർശൻ ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ആരോടും പറയാതെ തന്നെ വേദ അവിടെ നിന്നും പടിയിറങ്ങാണ്. കമലയും ശ്രീജയും നോക്കുമ്പോൾ വേദയുടെ ഡ്രസ്സും ബാഗും ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. പരിഭ്രമിച്ച കമലമ്മ സുധാകരൻ മാഷിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറഞ്ഞു. വേദ ആരോടും ഒരു വാക്കുപോലും പറയാതെ പോയി കഴിഞ്ഞല്ലോ മാഷേ എന്നൊക്കെ പറയുമ്പോൾ മാഷ് ഒന്ന് അമ്പരന്നു. കുറച്ചു ദിവസമായി അവൾക്ക് ചില ഭാവമാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ശ്രീജ ഓർമ്മപ്പെടുത്തി. വിക്രം ആട്ടിയിറങ്ങിയിട്ടും പോകാത്തവൾ ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ പോയത് ആർക്കും തന്നെ അങ്ങ് വിശ്വസിക്കാനാവുന്നില്ല. അവർ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മാഷിനും കമലത്തിനും ഇത് വലിയൊരു ആഘാതമായിരുന്നു. ഇതിനിടയിൽ പത്മത്തെ വിളിച്ച് വേദ അവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ വന്നില്ലെന്ന മറുപടിയാണ് അവർക്ക് കിട്ടുന്നത്. ഉടനെ തന്നെ ശങ്കരനാരായണനോട് ശ്രീകാന്തിനോട് വേദ ഇറങ്ങിയ കാര്യം പത്മ വിളിച്ചു പറഞ്ഞു. അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് ശ്രീകാന്ത് ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു. ദർശന്റെ അച്ഛന്റെ സന്തോഷം കണ്ട് വീണ്ടും ദർശൻ സംശയിച്ചു. ക്ഷേത്രനടയിൽ ഇരിക്കുന്ന വേദയെ ദർശൻ വിളിച്ച് കണ്ടെത്തുന്നു. എന്റെ മുന്നിൽ നീ തോറ്റുപോയി എന്ന് ആക്രോശിച്ച ശ്രീകാന്തിനെ ഓർത്ത് അവൾ തളർന്നുകൊണ്ടിരിക്കുകയാണ്. ദർശൻ അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു. അവിടെ എത്തിയ വേദയോട് നീ എന്തിനാ വന്നത് എന്ന് ശങ്കരനാരായണൻ ചോദിക്കുമ്പോൾ, ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് അവൾ കടുപ്പിച്ചു പറഞ്ഞു. എല്ലാം താൻ പ്ലാൻ ചെയ്തതുപോലെ നടന്നതിന്റെ അഹങ്കാരത്തിലായിരുന്നു ശ്രീകാന്ത്. എന്നാൽ ദർശൻ വെറുതെ ഇരുന്നില്ല. സുധാകര മാഷിനെ തട്ടിക്കൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ മാഷിൽ നിന്നും ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അന്വേഷണം തുടങ്ങിയിരുന്നു. വർക്ക്ഷോപ്പിൽ നിന്നും ലഭിച്ച സൂചന വെച്ചുകൊണ്ട് ആ ഗുണ്ടകളെ പിടികൂടി ദർശൻ സത്യം പറയിപ്പിച്ചു. ചന്ദ്രശേഖരനും ശ്രീകാന്തും പറഞ്ഞിട്ടാണ് തട്ടിക്കൊണ്ടുപോയത് എന്നും വേദയെ ഭീഷണിപ്പെടുത്തിയതാണെന്നും അവൻ സമ്മതിച്ചു. ദർശൻ അച്ഛനെ പിടികൂടി സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ നിർബന്ധിക്കുന്നു. മല കയറി തിരിച്ചെത്തിയ വിക്രം വേദയെ തിരയുന്നു. അവൾ നിന്നെ ഉപേക്ഷിച്ചു പോയെന്ന് നന്ദിനി പറയുമ്പോൾ വിക്രം ആകെ ഞെട്ടലോടുകൂടെ നോക്കി നിൽക്കാണ്. വേദ സ്വന്തം ഇഷ്ടത്തോടുകൂടെ അവിടെ നിന്നും പോകില്ല എന്ന് ശ്രീജ പറയുമ്പോൾ അവൾ സന്തോഷമായിരിക്കട്ടെ എന്ന് വിക്രം സങ്കടത്തോടുകൂടെ പറയാണ്. എന്നാൽ സുധാകരൻ മാഷും കമലയും അവനെ നിർബന്ധിച്ച് വേദയുടെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അവിടെ എത്തിയ വിക്രത്തിനെ ശ്രീകാന്ത് തടഞ്ഞു നിർത്തി. നീ ആരുമല്ല അവൾക്ക് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഡിവോഴ്സ് പേപ്പർ കാട്ടിക്കൊടുക്കുമ്പോൾ വിക്രം ആകെ തകർന്നു പോവാണ്. എന്നാൽ വേദ അവിടെ വരുമ്പോൾ വിക്രം അവളുടെ കയ്യും പിടിച്ച് കൂടെ വരാൻ ആവശ്യപ്പെട്ടു. മനമില്ലാ മനസ്സോട് വിക്രമുമായി ഒരു ബന്ധവുമില്ലെന്ന് വേദ പറയുമ്പോൾ വിക്രം ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇനി നീ വിളിച്ചാൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് വിക്രം ഇറങ്ങുമ്പോൾ ദർശനും ചന്ദ്രശേഖരനും അങ്ങോട്ടേക്ക് എത്തി. ദർശൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ടതിന് ആ ഒരു വലിയ ചതി അങ്ങ് വെളിപ്പെടുത്തുകയാണ്. സുധാകര മാഷിനെ തട്ടിക്കൊണ്ടുപോയതും വേദയെ ഭീഷണിപ്പെടുത്തിയതെല്ലാം തന്നെ ശ്രീകാന്തും അച്ഛനും ചേർന്നിട്ടാണ് എന്നും
ചന്ദ്രശേഖരനും അത് സമ്മതിക്കുന്നുണ്ട്. ഇത് കേട്ട് രോഷാകുലനായ ശങ്കരനാരായണൻ ശ്രീകാന്തിനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു. ഒടുവിൽ വേദ ഓടി വന്ന് വിക്രത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ മാപ്പ് ചോദിക്കാണ്. ശ്രീകാന്ത് പടിയിറങ്ങിയതോടുകൂടി തന്നെ ആ വീട് വല്ലാതെ നിശബ്ദമായി. തന്റെ മുന്നിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന വേദയെ വിക്രം ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടു. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ സുധാകര മാഷും കമലമ്മയും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. വേദ തിരികെ വീട്ടിലേക്ക് എത്തിയെന്നറിഞ്ഞപ്പോൾ അവർക്ക് നിൽക്കാൻ വയ്യാതെയായി. മാഷിനെ കണ്ടതും വേദ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. മാഷെ, മാഷ് എന്നോട് ക്ഷമിക്കണം. മാഷിന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചതിക്കെല്ലാം തന്നെ കൂട്ടുനിന്നത് എന്ന് പറഞ്ഞ് വേദ പൊട്ടിക്കരഞ്ഞു. മാഷ് അവളെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മോളെ, നിന്റെ സ്നേഹമെല്ലാം എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു സാഹസം നീ കാണിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞ് മാഷ് വികാരധീരനായി സംസാരിക്കാണ്. ഇതേ സമയത്തന്നെ ദർശൻ ചന്ദ്രശേഖരനെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. ശങ്കരനാരായണൻ ചന്ദ്രശേഖരന്റെ അടുത്തേക്ക് വന്ന് ചെന്ന് പറഞ്ഞു, എടാ, നീ എന്റെ മകളുടെ ജീവിതം വെച്ചാണ് കളിക്കാൻ നോക്കിയത്. എന്റെ മകളുടെ ജീവിതം വെച്ച് കളിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? അന്നേരം ചന്ദ്രശേഖരൻ തല താഴ്ത്തി നിന്നു. ദർശൻ അച്ഛന്റെ കൈയും പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ വിക്രമിനോടായി പറഞ്ഞു, വിക്രം, ഇവർ ചെയ്ത തെറ്റിന് മാപ്പില്ല. നിയമപരമായ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഇവരെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കുക തന്നെയാണ് ഇതിനുള്ള ഏക പരിഹാരം. എന്നാൽ വിക്രം ദർശനെ തടഞ്ഞു. ദർശൻ, അങ്കിൾ ഇപ്പോൾ സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് വേദയെ തിരിച്ചു കിട്ടിയത്. ഇനി ഏതായാലും ഇതിന്റെ പേരിൽ ഒരു കേസും വഴക്കവും ഒന്നും വേണ്ട. പക്ഷേ ഇനി ഇവരാരും തന്നെ എന്റെ വേദയുടെ നിഴൽ പറ്റത്തുപോലും വന്നു പോകരുതെന്ന് പറയും വിക്രം. വിക്രമിന്റെ ആ ഒരു തീരുമാനം കേട്ട് പത്മത്തിന്റെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നന്ദിനിയുടെ കുത്തുവാക്കുകൾ ഓർത്തുകൊണ്ട് പത്മ കമലത്തോട് മാപ്പ് ചോദിച്ചു. കമലം, എൻ്റെ മോൻ ചെയ്ത എല്ലാ തെറ്റിനും എന്നോട് നീ മാപ്പാക്കണമെന്ന് പറയും. നീ എന്നോട് ക്ഷമിക്കണം. അവൻ കാരണം നിങ്ങളുടെ കുടുംബം ഒരുപാടധികം വേദനിച്ചു. കമലം പത്മത്തിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പത്മം, മക്കളെല്ലാം ഒന്നിച്ചല്ലോ, ഇനി ഏതായാലും അത് മതി. നമുക്കിനി പഴയതൊന്നും തന്നെ ഓർക്കണ്ട എന്നും പറഞ്ഞ് അവരെങ്ങനെ സൗഹൃദപരമായിരുന്നു. പിന്നെ അന്ന് രാത്രി വിക്രം വേദയെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു ചെന്നു. പടിവാതിൽക്കൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് ശ്രീജ അവരെ സ്വീകരിച്ചു. നന്ദിനി മാത്രം തന്റെ മുറിയിൽ വാതിലടച്ച ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. വിക്രം വേദയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ അവർ ജനലിലൂടെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. വിക്രം പതുക്കെ അവളുടെ അരികിലേക്ക് ചെന്ന് തോളിലങ്ങ് കൈവച്ചു. എന്തിനാ നീ ഇപ്പോഴും അത് തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് വേദ? എല്ലാം കഴിഞ്ഞില്ലേ എന്ന് അവൻ ചോദിക്കാണ്. വേദ തിരിഞ്ഞു നിന്ന് വിക്രമയെ നോക്കി. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല വിക്രം. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. വിക്രം ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അന്ന് ആദ്യമായി വിക്രം വേദയെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നതായിരുന്നു അത്. വിക്രം പറയുന്നുണ്ട്, നിന്റെ ഈ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ജീവിക്കുന്നത്. ഈ വിക്രം ഉള്ളപ്പോൾ ഇനി ഒരു നിഴൽ പോലും നിന്നെ തൊടില്ല. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ താഴെ നിന്നും മാഷിന്റെ ചിരിയുടെ ശബ്ദം കേട്ടു. വിക്രമും വേദയും അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കണ്ടത് എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണ്. ഒരു വലിയ കൊടുങ്കാറ്റിന് ശേഷം ആ വീട്ടിൽ വീണ്ടും വെളിച്ചം വന്നു. വേദ വിക്രമെ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ ആ കണ്ണിൽ പഴയ വികൃതിയും സ്നേഹവും എല്ലാം തിരികെ വന്നതായി എല്ലാവർക്കും തോന്നിയിരുന്നു. എന്നാൽ ശ്രീകാന്ത് പുറത്തായതോടുകൂടി തന്നെ നന്ദിനി ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. തന്റെ കൂട്ടുപ്രതിയായ ശ്രീകാന്തിനെ അടിച്ചിറക്കിയ വിക്രമിനോടും അതിന് കാരണക്കാരനായ ദർശനോടും അവൾക്ക് അടങ്ങാനാവാത്ത പകയായിരുന്നു. എല്ലാവരും വിക്രമും വേദയും ഒന്നിച്ചതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ നന്ദിനി തന്റെ മുറിക്കുള്ളിൽ പുതിയൊരു പ്ലാന് തയ്യാറാക്കുകയായിരുന്നു. അന്ന് രാത്രി വൈകി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നന്ദിനി രഹസ്യമായി വീണ്ടും ശ്രീകാന്തിനെ ഫോൺ വിളിച്ചു. ശ്രീയേട്ടാ, വിക്രം വിചാരിച്ച നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല. വേദയെ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കാൻ എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. പക്ഷേ ശ്രീകാന്ത്, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നന്ദിനിയുടെ സ്വരത്തിൽ ഒരു കൊടും ചതിയുടെ ഭാവമായിരുന്നു. അടുത്ത ദിവസം തന്നെ വീട്ടിൽ ഒരു വിശേഷപ്പെട്ട പൂജ നടത്താൻ സുധാകര മാഷ് തീരുമാനിച്ചു. വിക്രമും വേദയും ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അത്. പൂജയുടെ ഒരുക്കങ്ങൾക്കിടയിൽ നന്ദിനി വളരെയധികം വിനയത്തോടെ വേദയുടെ അടുത്തേക്ക് ചെന്നു. വേദമോളെ, പഴയതൊക്കെ നമുക്ക് മറക്കാം. ഞാൻ കുറച്ച് കടുപ്പിച്ച് സംസാരിച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. നീ ഈ പൂജ കണിയാൻ വേണ്ടിയിട്ട് എൻ്റെ വക ഒരു സമ്മാനം എന്നും പറഞ്ഞ് അവൾ മനോഹരമായ ഒരു മാല വേദക്ക് നൽകി. നന്ദിനിയുടെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിൽ വേദക്ക് സംശയം തോന്നിയെങ്കിലും മാഷിന്റെയും കമലത്തിന്റെയും നിർബന്ധപ്രകാരം തന്നെ അവൾ അത് സ്വീകരിച്ചു. എന്നാൽ ആ മാലയിൽ നന്ദിനി ഒരു കെണി ഒളിപ്പിച്ചു വെച്ചിരുന്നു. ശ്രീകാന്തിന്റെ ഗുണ്ടകളിൽ നിന്നും വാങ്ങിയ ഒരു ചെറിയ സ്പൈ ക്യാമറയും റെക്കോർഡിങ്ങും അതിൽ ഘടിപ്പിച്ചിരുന്നു. വേദ വിക്രമിനോട് രഹസ്യമായി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളച്ചൊടിച്ച് എല്ലാവരെയും കേൾപ്പിക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. പൂജ കഴിഞ്ഞ് രാത്രിയായപ്പോൾ നന്ദിനി പ്ലാൻ ചെയ്തതുപോലെ തന്നെ ശ്രീകാന്ത് വീടിന്റെ പരിസരത്തേക്ക് എത്തി. നന്ദിനി മുൻകൂട്ടി നൽകിയ വിവരം അനുസരിച്ചുകൊണ്ട് വേദയും വിക്രമും മുറിയിൽ സംസാരിച്ചിരിക്കുമ്പോൾ നന്ദിനി താഴെ ഹാളിലിരുന്ന് സ്പീക്കറിൽ ഫോൺ കണക്ട് ചെയ്തു. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. റെക്കോർഡിൽ നിന്നും കേട്ടത് വേദയുടെ ശബ്ദമായിരുന്നു. വിക്രം, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ ഇനിയും നിൽക്കാൻ പേടിയാകുന്നു. മാഷിനെയും കമലയും വിശ്വസിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല.
നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും മാറണമെന്നാണ് വേദയുടെ വാക്ക്. എന്നാൽ ഇതെല്ലാം തന്നെ നന്ദിനി വളച്ചൊടിച്ച വാക്കായിരുന്നു. ഇത് കേട്ടതോടുകൂടി തന്നെ മാഷും കമലയും ആകെ തകർന്നു പോയി. എന്നാലും വേദമോൾ ഇങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് സുധാകര മാഷി വിങ്ങിപ്പൊട്ടി. വിക്രം ഓടി താഴേക്ക് വന്നപ്പോൾ കണ്ടത് സങ്കടപ്പെട്ട് നിൽക്കുന്ന സുധാകര മാഷിനെയാണ്. സത്യത്തിൽ വേദ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. പക്ഷേ നന്ദിനി അത് AI എഡിറ്റർ വെച്ചിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ശബ്ദരേഖയെല്ലാം തന്നെ മാറ്റിക്കളയുകയായിരുന്നു. വേദ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആണയിട്ട് പറഞ്ഞിട്ടും ആരും തന്നെ അതൊന്നും വിശ്വസിക്കാനായില്ല. തെളിവിത എന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി വീണ്ടും ആ ഒരു ഓഡിയോ പ്ലേ ചെയ്തു കൊടുത്തു. വിക്രം വേദയെ സംശയത്തോടെ നോക്കി. ആ നിമിഷം വേദയുടെ ലോകം വീണ്ടും ഇരുട്ടിലായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ദർശൻ വീണ്ടും അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവന്റെ കയ്യിൽ നന്ദിനിയുടെ ഫോണും ആ മാലയും ഉണ്ടായിരുന്നു. അമ്മേ, അഭിനയം നിർത്ത്. ഈ മാലയിലെ ക്യാമറയും നിങ്ങളുടെ എഡിറ്റിംഗ് വിദ്യയും ഞാൻ കണ്ടുപിടിച്ചു, ദർശൻ ഗർജിച്ചു. നന്ദിനി വിറക്കാൻ തുടങ്ങി. ദർശൻ ഒറിജിനൽ ശബ്ദരേഖ അവിടെ പ്ലേ ചെയ്തു. അതിൽ വേദ പറയുന്നത് ഇങ്ങനെയായിരുന്നു: വിക്രം, മാഷും കമലമ്മയും എനിക്ക് അച്ഛനും അമ്മയും പോലെയാണ്. അവരെ വിട്ട് എനിക്കൊരിടത്തേക്കും പോകണ്ട. പക്ഷേ നന്ദിനി ചേച്ചിക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമല്ല എന്നാ എനിക്ക് തോന്നുന്നത്. സത്യം പുറത്തായതോടുകൂടെ തന്നെ വിക്രം നന്ദിനിയോട് പൊട്ടിത്തെറിച്ചു. ഇനി ഈ വീട്ടിലൊരു നിമിഷം പോലും നിൽക്കരുത്. എന്റെ വേദയെ ചതിക്കാൻ നോക്കിയ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെടാണ് വിക്രം. മാഷ് നന്ദിനിയെ നോക്കി പറഞ്ഞു: നന്ദിനി, നിന്റെ പേര് പോലെ തന്നെ നീ നന്ദിയില്ലാത്തവൾ തന്നെ ആയിപ്പോയല്ലോ. നന്ദിനിയെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് വിക്രം ഒരുങ്ങുമ്പോൾ വേദ വിക്രമിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു: വേണ്ട വിക്രം, നന്ദിനി ചേച്ചി ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരു കുടുംബം തകർക്കാനൊന്നും എനിക്ക് കഴിയില്ല. ചേച്ചി ഇവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷേ ഇനി മേലാൽ ഇത്തരം ചതികൾ ആവർത്തിക്കരുത്. വേദയുടെ ആ ഒരു നല്ല മനസ്സിന് മുന്നിൽ നന്ദിനി തല താഴ്ത്തി നിൽക്കുകയാണ്. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.